സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആസ് എ പാർട്ട് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഭാഗം തന്നെയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ അതിന്റെ മീനിങ് ഒന്നും ആദ്യം വായിച്ച് നോക്കാം അല്ലേ. എന്താ അതിന്റെ മീനിങ് പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സെർട്ടൈൻ സം ഫോർ 3 years at 5% per annum ഈസ് 228.75 rupees. അപ്പോൾ ഈ 228.75 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊരു ഫിക്സ്ഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തത് സിമ്പിൾ ഇൻട്രസ്റ്റിനകത്താണ്, മറ്റൊന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്താണ്. ബട്ട് രണ്ടും എന്താ വരുന്നത്? സെയിം എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിന്റെ പ്രിൻസിപ്പൽ സെയിം ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് സെയിം ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സെയിം ആണ്. ഓക്കെ ആണല്ലോ. പക്ഷെ നമുക്ക് ഡിഫറൻസ് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. എത്ര കൂടുതൽ കിട്ടി? 228.75. ഓക്കെ, അത്രയും ഡാറ്റ നമുക്ക് തന്നു. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദ സം ഫോർ 2 years at 5% per annum. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 5% പലിശ നിരക്കിൽ നമുക്ക് എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് ആദ്യം ആരെ കിട്ടണം? പ്രിൻസിപ്പലിനെ കിട്ടണം. ആ പ്രിൻസിപ്പൽ കിട്ടാനുള്ള വകുപ്പാണ് അല്ലെങ്കിൽ അതിൻ്റെ കേസാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നിട്ടുള്ളത്. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. 3 year കേസിലാണെന്നുണ്ടെങ്കിൽ, 3 വർഷത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ ഡിഫറൻസ് തരുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൾ കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. D = PI² × 3+I എന്ന് പറയുന്ന ഒരു ഫോമുല ഉണ്ട്. ഓക്കെ ആണല്ലോ. 3 വർഷത്തെ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ ഡിഫറൻസ് തരുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൾ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ്. നമ്മൾ ഇതിനകത്തുള്ള വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിഫറൻസ് എന്ന് പറയുന്നത് 228.75 = പ്രിൻസിപ്പൾ എനിക്ക് അറിയൂല, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇൻറ്റു I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആണ്. സോ ഞാൻ 0.05 എന്ന് കൊടുത്തു. പിന്നെ 3+I എന്ന് പറയുമ്പോൾ 3 + 0.05. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. കാൽക്കുലേറ്ററിൻ്റെ മെത്തേഡ് വേണമെങ്കിൽ ഞാൻ അവിടെ എഴുതി വെക്കാം. എങ്ങനെ നമ്മൾ ചെയ്യാം? ഓക്കെ, PI² ഉണ്ട്. അപ്പോൾ ഇവിടെ 0.05 സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, 0.05 ഇൻറ്റു ഈക്വൽ ടു, അപ്പോൾ 0.05ൻ്റെ സ്ക്വയർ കിട്ടി, ഇൻറ്റു 3.05 അല്ലേ, ഇൻറ്റു 3.05 ചെയ്തു. അപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി. അതിന് ഒന്നെങ്കിൽ ഞാൻ M+ൽ സേവ് ചെയ്തു, എന്നിട്ട് ഇപ്പുറത്ത് 228.75 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ ടു അടിച്ചു. എനിക്ക് കിട്ടിയത് P = 30,000. P = 30,000. അതിൻ്റെ സ്റ്റെപ്പ് വേണമെങ്കിൽ ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. 0.05 ഇൻറ്റു ഈക്വൽ ടു ഇൻറ്റു 3.05. ഓക്കെ ആണല്ലോ. എന്നിട്ട് M+ ചെയ്തു. 228.75 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ ടു, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30,000 എന്ന് പറയുന്ന ആൻസർ കിട്ടും. പ്രിൻസിപ്പൽ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ കാണേണ്ടത്. സോ ഡയറക്റ്റ്ലി കാൽക്കുലേറ്റർ എടുക്കുക. 30,000 റുപ്പീസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പം എനിക്കതിൻ്റെ മേലെ ഒരു 5% ഇൻട്രസ്റ്റ് കിട്ടും. സോ 30,000 + 5% അഗെയിൻ + 5% എന്ന് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് കിട്ടും. അതിനകത്തുനിന്ന് -30,000 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ കാൽക്കുലേറ്റർ എടുക്കുക. 30,000 + 5% + 5% -30,000. എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ 3075. ഇതാണ് എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ 3075, ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതാണ് കുറച്ചുകൂടെ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ്ലി ചെയ്തു, 1 മാർക്ക്, വളരെ ഈസി. ഓക്കെ, ബൈ.